ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനേ ഇന്നൊരു പരീക്ഷണമായിട്ട് വന്നിരിക്കുകയാണേ. അതെന്താണെന്നറിയാമോ? ദിവസം ഓരോ പരീക്ഷണം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതെനിക്ക് തോന്നുന്നുണ്ട്. അതിന് ഏത് കാര്യത്തിലാണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ച് പരീക്ഷണമൊക്കെ ചെയ്യുന്നത് നല്ലതാണല്ലോ. തയ്യൽ മാത്രം കൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ 10 പൈസ കിട്ടുന്ന എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ കയ്യിൽ കിട്ടിയതാണ് മെഴുകുതിരി നിർമ്മാണം. അത് എന്താ പറയുക, യൂട്യൂബിലിങ്ങനെ അതിൻ്റെ മെഴുകുതിരി ഉണ്ടാക്കുന്ന അച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ മെഴുകുണ്ടെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിൽ വെച്ചാൽ ഉടയുന്ന കുപ്പി ഗ്ലാസ്സിൽ, പിന്നെ ചായക്കപ്പിൽ, എന്താണ് പറയുന്നത്, ഉപ്പ് ഭരണിയിൽ, അങ്ങനെ പല പല നല്ല ഭംഗിയുള്ള പാത്രത്തിലേക്ക് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിറയെ മെഴുക് ഇരിപ്പുണ്ട്, ഒരു 10 കിലോയോളം മെഴുകിരിപ്പുണ്ട്. പണ്ട് മെഴുകുതിരി നിർമ്മാണം നടത്തിയതാണ്, വിജയിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ അത് പൊട്ടിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്ത് ചെയ്താലും അവസാനം അത് പരീക്ഷണം വിജയിക്കത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ചു. കുറേ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, 10-25 കിലോ മേടിച്ച് 15 കിലോ പോയി. 10 കിലോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കുറച്ച് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ളതിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അച്ഛൻ ആരോ കൊണ്ടുവന്നിട്ടില്ല, തന്നില്ല, അതാണ് സത്യം. പിന്നെ അവർ കണ്ടതുമില്ല. 2-3 അച്ഛനുണ്ടായിരുന്നു, പല 3 ആകൃതിയായിട്ടുള്ള നല്ല വിലയുള്ളത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി യൂട്യൂബിൽ ഇങ്ങനെ ഒത്തിരി കണ്ടു, ഉടയുന്ന ഗ്ലാസ്സിലൊക്കെ നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് 3 ഗ്ലാസ് ഞാനത് പൊക്കി കേട്ടോ. 3 അല്ല 4 ഗ്ലാസ് പൊക്കി. ഗ്ലാസ് ഒരു ചായക്കപ്പാണ്, അത് പൊക്കി. എന്നിട്ട് അതിനകത്ത് മെഴുക് ഉരുക്കി ഒഴിച്ച്, നൂലൊക്കെ ഉണ്ടായിരുന്നേ, ഇതിനകത്ത് വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഇതിനകത്ത് മെഴുക് ഉരുക്കി ഒഴിച്ചത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത മെഴുകുതിരികളാണ് കുഞ്ഞുങ്ങളെ ഇതൊക്കെ. കണ്ടോ, ഈ കളറ് വന്ന എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഞാനൊരു പകുതി ക്രയോൺസ് ഉണ്ടായിരുന്നേ, മെറൂൺ കളറിലെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്ത് ഇതിനകത്ത് ഇട്ടപ്പോഴാണ് ഈ കളർ കിട്ടിയത്. അപ്പോൾ മനസ്സിലായി, പല പല കളർ വേണമെങ്കിൽ നമുക്കൊരു 10-15 രൂപ കൊടുത്ത് ഒരു പാക്കറ്റ് ക്രയോൺസ് മേടിച്ച് കഴിഞ്ഞാൽ ഈ മെഴുകുതിരിക്ക് പല പല കളറുകൾ ഒപ്പിക്കാമെന്ന് മനസ്സിലായി. പിന്നെ വല്ല സ്പ്രേയോ സെൻറ്റോ ഉണ്ടെങ്കിൽ മണവും കിട്ടും, അതെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താൽ മതിയെന്ന് മനസ്സിലായി. അപ്പം അത്രയ്ക്ക് പോകണ്ട, നമുക്കിങ്ങനെ വലിയ കച്ചവടത്തിനൊന്നും അല്ല. പിന്നെ അത്യാവശ്യം ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുമല്ലോ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ട് 1-2 പേർക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ, അതൊരു ഭാഗ്യം. പിന്നെ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഇങ്ങനെ തട്ടിയ ഇത് കിട്ടും, നല്ല പറഞ്ഞു കഴിയുമ്പോൾ തട്ടിയതിൻ്റെ കാര്യം. പക്ഷേങ്കിൽ ഇതുപോലുള്ള ഉണ്ടാക്കിയാൽ ഇത് തന്നെ വയ്ക്കാനേ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലൊക്കെ ആണെങ്കിൽ കുറച്ച് മോഡൽ ഗ്ലാസ്സുകളിൽ, കളർ ഗ്ലാസ്സുകളിലൊക്കെ വെച്ചാൽ ഇത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തന്നെ വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കുറച്ച് കളറൊക്കെ ചേർത്തതാണ്. ഉണ്ടോ, ഗ്ലിറ്ററിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു, അത് ഇച്ചിരി ചേർത്ത് നോക്കിയതാണ് അങ്ങനെ ഉണ്ടത്. ഇത് പക്ഷേ ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് ഇപ്പോൾ വീട്ടിൽ കറണ്ട് പോയപ്പോൾ കത്തിച്ചതാണ്. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്, അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. പിന്നെ മെഴുക് തിളയ്ക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇത് മെഴുക് തിളച്ചത് കൊണ്ടാണോ അപ്പുറത്ത് വെച്ച് കാണിച്ച് ഒരുമാതിരി വല്ലാണ്ടിരിക്കുന്നുണ്ടോ. ഇങ്ങനെ പാടില്ല, മെഴുക് തിളയ്ക്കാൻ പാടില്ല, തിളച്ച് പോയി, അതാണ് ഈ കുഴപ്പമായത്. ഇനി ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചാൽ നല്ല എന്ത് ഭംഗിയാന്ന് നോക്കി കേൾക്കണ്ട, അടിപൊളിയാണേ. ഗ്ലാസിൻ്റെ ആകൃതിയിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊരു നല്ല പരീക്ഷണമാണ്. സക്സസ് ആകാൻ കുറച്ചൊന്ന് മെനക്കെട്ടാൽ സക്സസ് ആക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. കൊടുത്ത 10 പൈസ നമുക്ക് കിട്ടുന്നതാണ്, അത്യാവശ്യം പൈസ കിട്ടുന്നതാണേ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു. അപ്പോൾ ഈ നാളെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.
ഓക്കെ, എൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് ഒരു ഷെയർ, അതൊക്കെ ഞാൻ എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.